ഫ്രം ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വലിയ ഭീഷണിക്ക് മുന്നിൽ നിസ്സഹായനായി നിന്നിട്ടുണ്ടോ? ലോകം മുഴുവൻ പേടിക്കുന്ന ഒരാൾ നിങ്ങളുടെ വാതിൽക്കൽ എത്തിയാൽ എന്ത് ചെയ്യും? 5-ാം നൂറ്റാണ്ടിൽ റോമിൻ്റെ അവസ്ഥ ഇതായിരുന്നു. അറ്റില, കിഴക്കിൻ്റെ പേടി സ്വപ്നം. അവൻ്റെ വരവ് യൂറോപ്പിന് ചാരമാക്കി മാറ്റി. സൈന്യങ്ങൾ വിറച്ചു, നഗരങ്ങൾ നിലംപരിശയായി. അവൻ്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു: അനശ്വരമായ റോം. റോമിന് പ്രതിരോധിക്കാൻ ഒന്നുമില്ലായിരുന്നു. ഭയം ഒരു കരിമ്പടം പോലെ നഗരത്തെ മൂടി. എന്നാൽ ഈ നഗരത്തിൻ്റെ ഭീകരതയുടെ നടുവിൽ ഒരു ശാന്തമായ ശബ്ദമുയർന്നു: ലിയോ. ഇന്ന് നമ്മൾ വിശുദ്ധനായ പോപ്പ് ലിയോ ദി ഗ്രേറ്റ് എന്ന് പറയും. ഭയന്നു വിറച്ച ജനങ്ങൾക്ക് മുന്നിൽ ലിയോ തീരുമാനിച്ചു, താൻ ഒറ്റയ്ക്ക് ആ ഭീകരനെ നേരിടാൻ പോകും. ആയുധങ്ങളില്ല, സൈന്യമില്ല, വിശ്വാസവും ശാന്തമായ വാക്കുകളും മാത്രം കൂട്ടിന്. ലിയോ അറ്റില്ലയെ റോമിൻ്റെ പുറത്തു വെച്ച് കണ്ടുമുട്ടി. ചരിത്രകാരന്മാർ പറയുന്നു, ലിയോയുടെ ശാന്തമായ മുഖവും ഉറച്ച വാക്കുകളും അറ്റില്ലയെ അത്ഭുതപ്പെടുത്തി. ലിയോ യാചിച്ചില്ല, ഭീഷണിപ്പെടുത്തിയില്ല. പകരം റോമിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശാന്തമായി സംസാരിച്ചു. ഒരു ആത്മീയ നേതാവിൻ്റെ ആഴമായ വിശ്വാസവും ധാർമ്മിക ശക്തിയും ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. അറ്റില്ല, ലോകം ഭയന്ന ആ യുദ്ധവീരൻ, ലിയോയുടെ ധൈര്യത്തിനും ശാന്തമായ വാക്കുകൾക്കും മുന്നിൽ പതറിപ്പോയി. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഫലം അത്ഭുതകരമായിരുന്നു. അറ്റില്ല റോമിനെ ആക്രമിക്കാതെ പിൻവാങ്ങി. ഒരു നഗരം മുഴുവൻ രക്ഷപ്പെട്ടത് ഒരു പോപ്പിൻ്റെ ധൈര്യവും ശാന്തമായ സംസാരവും കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അറ്റില്ലമാർ വരാം. വലിയ പ്രശ്നങ്ങൾ, ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലിയോ നമ്മെ പഠിപ്പിക്കുന്നത് ഭയന്ന് പിന്മാറരുത് എന്നാണ്. പകരം ശാന്തമായിരിക്കുക, ധൈര്യം സംഭരിക്കുക, വിവേകത്തോടെ സംസാരിക്കുക. നമ്മുടെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. ശാന്തമായ മനസ്സോടെയും ഉറച്ച വിശ്വാസത്തോടെയുമുള്ള സംസാരത്തിന് ഏറ്റവും വലിയ ഭീഷണികളെ പോലും തടുക്കാൻ കഴിയും. നിങ്ങളുടെ പ്രശ്നങ്ങളെ ഭയത്തോടെയല്ല, ധൈര്യത്തോടെയും ശാന്തതയോടെയും നേരിടുക. വിജയം നമ്മളെ തേടിയെത്തും.